ഇന്ന് തലസ്ഥാനത്തെത്തുന്ന കേന്ദ്രമന്ത്രി പള്ളം രാജുവുമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടത്തുന്ന ചർച്ചയിൽ നിർദ്ദിഷ്ട ക്യാമ്പസ് തുടങ്ങാത്തതിൽ സംസ്ഥാന സർക്കാരിനുള്ള അതൃപ്തി അറിയിച്ചേക്കും. സർക്കാർ സമ്മർദ്ദത്തിന്റെ ഫലമായി അനുവദിച്ച സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി എന്ന ഹ്രസ്വകാല കോഴ്സിന് സർവകലാശാലയുടെ പ്രമുഖ ക്യാമ്പസുകളിൽ പോലും മതിയായ ആളില്ല. എന്നാൽ ഈ കോഴ്സിന് വിദ്യാർത്ഥികളെ കിട്ടിയാൽ മാത്രമേ നിർദ്ദിഷ്ട ക്യാമ്പസ് അനുവദിക്കൂവെന്നാണ് സർവകലാശാല ഇപ്പോൾ പറയുന്നത്. EFL സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസിനായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം പാണക്കാട്ടെ 100 ഏക്കർ ഭൂമിയാണ് കൈമാറിയത്. എന്നാൽ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം ക്യാമ്പസിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. കേന്ദ്ര പദ്ധതിയായ റൂസയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഫണ്ടും സ്ഥാപനങ്ങളും അനുവദിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനയായേക്കാവുന്ന സർവകലാശാലക്ക് മന്ത്രാലയം തുക അനുവദിക്കാത്തത്. ഇടക്കാലത്ത് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച സർവകലാശാലയും പിന്നീട് നിലപാട് മാറ്റി. ക്യാമ്പസിനാവശ്യമായ വിദ്യാർത്ഥികളെ കിട്ടാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പത്രക്കുറിപ്പും പുറത്തിറക്കി. പിന്നാക്ക ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ രാജ്യത്തെ സർവകലാശാലകളിലൊന്നാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സർവകലാശാല. മീഡിയ 1 തിരുവനന്തപുരം.